പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് നിനക്ക് നല്ല സിനിമ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കയറ്റാൻ പറ്റും, റീച്ച് കൂട്ടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ബേസിക്കലി അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇതാണ് എന്റെ വരുമാന മാർഗ്ഗം, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ടാണ് നോക്കണേ. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എന്റെ പണി നോക്കി പോകും. അല്ലാതെ ഇതിൽ ഇവൻ എന്താണ് പറയുന്നത്, അവൻ എന്ത് പറയുന്നു നോക്കി ഇരിക്കലല്ല എന്റെ പണി. സോ അങ്ങനെയുള്ളവരടുത്ത് പോയി പറയും. സൂക്ഷ്മദർശിനി ദൃശ്യത്തിന്റെ അപ്പനാണ്, മാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അൺവാണ്ടഡ് കമ്പാരിസൺസ് കണ്ടിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണ് ഈ കമ്പാരിസൺ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ദൃശ്യം പറഞ്ഞ സിനിമ ഒരു വൺ ടൈം വണ്ടർ ആണ്, അല്ലെങ്കിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ഇറങ്ങുന്ന സിനിമയാണ്. അതിന്റെ മോളിക്ക് ഒരു മലയാളം പടം ഇനി അങ്ങോട്ട് നോക്കണ്ട. അതിന്റെ കാര്യം തന്നെ സംശയമാണ്. സോ ദൃശ്യം 2 പോലെ അതിന്റെ മുകളിൽ പോകാൻ പറ്റിയില്ല. ആ സമയത്താണ് ഈ കമ്പാരിസൺ. സോ ഒരിക്കലും സൂക്ഷ്മദർശിനി ഒരു പൊട്ടപ്പടമാണ് ഞാൻ പറയില്ല, ഒരു ഡീസന്റ് ത്രില്ലറാണ്. അല്ലാതെ ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായത് എങ്ങാണ്, അതിലുണ്ടായ തേങ്ങ കൊലയാണെന്നൊന്നും എനിക്ക് ബേസിക്കലി തോന്നിയില്ല. പിന്നെ കേട്ടത് സ്ട്രോങ് വുമൻസ് ഓഫ് സൂക്ഷ്മദർശിനി. സോ ഈ സൂക്ഷ്മദർശിനി സിനിമയിലെ ഈ 4 അംഗ സംഘമില്ലേ, അപ്പുറത്തവന്റെ വീട്ടിൽ എന്താ നടക്കണമെന്ന് എത്തിയും ബാളിയും നോക്കി വാട്സപ്പിൽ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന കൂട്ടരാണ്. ചില സമയത്തൊക്കെ ശരിക്കും ഒരു കോമാളി കൂട്ടമായിട്ടാണ് തോന്നിയത്. അതിൽ നസ്രിയാണ് വെച്ചാൽ ക്യൂട്ട്നെസ് ഓവർലോഡഡ്. അതായത് പല സീരിയസ് ആയിട്ടുള്ള സീൻസിൽ വരെ ആൾക്ക് ഈ ക്യൂട്ട്നെസ് ഒരു കൂടപ്പറപ്പായി വന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെയുള്ള 2 ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം മന്ദബുദ്ധിയായി കാണിച്ചിട്ട് ഈ കോമഡി സീൻസ് ജനറേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ മെറിൻ. സോ ആ കൊച്ചിനാണ് വെച്ചൊരു ജീവനില്ലാത്ത ഒരു ക്യാരക്ടർ കിട്ടി. ആരെന്ത് ചോദിച്ചാലും ശരി ചെയ്തുതരാ, ഓക്കെ. വീടിന്റെ ആധാരം എഴുതരോ, എഴുതി തരാ. ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്ക് ചെയ്തരോ, ലിങ്ക് ചെയ്തരാ. നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലൊക്കെ കൊണ്ടേ എഴുത്താൻ പറ്റുന്ന അതേ ക്യാരക്ടറാണ്. സോ ഈ സിനിമ മോശമാണെന്ന് പറയില്ല. ഇതിന്റെ ഹൈ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ഒക്കെ ആയിട്ട് അടിപൊളി തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ ഒരു ഡീസെന്റ് ത്രില്ലറാണ്. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ട് ഇതിലുള്ള വെള്ളത്താറാണ്. പിന്നെ നമ്മുടെ ദീപക് പരമോളിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു പേഷ്യൻ ടെസ്റ്റിംഗ് ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലെയാണ് എനിക്ക് ബേസിക്കലി ഈ സിനിമ തോന്നിയത്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. സോ പറഞ്ഞിട്ട് എനിക്കൊരു സിനിമയെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സോ എനിക്ക് ഇഷ്ടമായ മാത്രമേ ഞാൻ ഇഷ്ടമായി പറയുള്ളൂ. അതന്നെയാണ് കാണാൻ പോണവരോടും പറയാനുള്ളത്. ഇവർ പലരും എഴുതി തള്ളി മറിക്കും. സോ ദൃശ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന ട്വിസ്റ്റ് ആണ്, ടേൺ ആണ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നിരാശപ്പെട്ട് വരേണ്ടി തന്നെ വരുള്ളൂ. തന്നെയായിരുന്നു കിഷ്കിണ്ട കാണ്ഡം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ദൃശ്യത്തിന്റെ അപ്പനാണ്, മാമനാണ് എന്നൊക്കെ അതിനും കുറെ തള്ളി വിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ട്രോള് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. സിനിമ കാണുമ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ട്വിസ്റ്റ് എവിടെ അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവസാനം ഒരു ശവപ്പറമ്പിൽ ഇരുന്ന് സിനിമ കാണേണ്ടി വന്നു. അങ്ങനെ ആയിപ്പോയി. സോ സിനിമ കാണാൻ പോകണമെന്ന് വെച്ചാൽ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ, അല്ലാതെ ഓരോരുത്തരെ എഴുതി തള്ളി മറിക്കുന്ന കണ്ട് പോകാൻ നിൽക്കരുത്. സോ ബേസിക്കലി ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ ബേസിൽ താമസിക്കാൻ വരുന്നു. അപ്പോഴേക്കും അവിടെയുള്ള ഈ 4 അംഗ സ്ട്രോങ് കൂട്ടങ്ങൾ, അതായത് ഫോർ ദ പീപ്പിൾ വന്നിട്ട് വാട്സപ്പിൽ തുടങ്ങുകയാണ്. അയ്യോ അവൻ വൻ ലുക്കാണ്, അവൻ വൻ ഫ്രീക്കാണ്, നിനക്ക് അവനെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ പിന്നീട് നമ്മുടെ മെറിന്റെ ക്യാരക്ടർ വന്നിട്ട് സിംഗിൾ മദർ ആണ്. സോ നമ്മുടെ ബേസിൽ ആ കൊച്ചിനെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നു. പ്ലേസിന്റെ കോഴിത്തരങ്ങളാണ് ആ കൊച്ചു വീണു. അവർ തമ്മിൽ സെറ്റ് ആവുന്നു. നസ്രിയാണ് വെച്ചാൽ ഏത് നേരം ബേസിൽ എന്ത് ചെയ്യുന്നു നോക്കി നടക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ സൂക്ഷ്മദർശിനി എന്നുള്ള പേര് വരുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് സസ്പീഷ്യസ് ആയി തോന്നുന്നു. പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് സിനിമയിൽ പറഞ്ഞു വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു 30 മിനിറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഈ ബേസിൽ നസ്രിയ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കോമഡി പടം പ്രതീക്ഷിച്ച് പോകരുത്. നിരാശപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻസ്.